റെഡിയല്ലേ വിക്കി? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രവീൺ. ഇത് പ്രകൃതി, അഹല്യ, പ്രവീൺ. അപ്പോൾ കുറേ നാളായി എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് വീഡിയോസൊക്കെ ഭയങ്കര ലാഗായിരുന്നു. ലാഗെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ആയി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് അഹല്യ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ഒരു പുതിയ കുറച്ച് വീഡിയോസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ എന്താ അച്ഛ പറയട്ടെ, അമ്മയടുത്ത് പോവാം പറയല്ലേ. അപ്പോൾ ഞാനിന്ന് കുറച്ച് പോർക്ക് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനാണ് ഞങ്ങളിന്ന് ആലോചിക്കുന്നത് അല്ലേ. അപ്പോൾ അത് കാണാനായി എല്ലാവരും ഇവിടെ കമോൺ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഞാനിന്ന് പോർക്ക് മേടിച്ചുകൊണ്ട് വരുന്ന കാര്യം. അപ്പോൾ ഞാൻ ഞാൻ തന്നെ അത് കുക്ക് ചെയ്ത് നല്ല അടിപൊളി കറിയാക്കുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് അവൾ മറന്നുപോയി. എന്നിട്ട് പുതിയൊരു ഐറ്റം ഇന്നെന്തോ പരീക്ഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്ന കാര്യം അവൾക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. തേങ്ങ വാങ്ങിക്കണം. അയ്യോ, തേങ്ങ ഇല്ലാണ്ട് വെക്കാൻ പറ്റില്ല. തേങ്ങ ചെറിയുള്ളി വാങ്ങിക്കണം. ശരി. എന്താ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ? എന്താണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ? പോർക്ക്. വെറും പോർക്കാണോ? ഇത് റെക്കോർഡിംഗ് ആണ്. എന്തായാലും ഇതൊരു യൂട്യൂബ് വീഡിയോ ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു. ഒരു മിനിറ്റ് നേരത്തെ ഞാൻ ഡ്രസ്സെങ്കിലും ഒന്ന് മാറൂലേ? ഈ വർഷം മതിയല്ലോ, നമുക്കൊരു നാച്ചുറൽ സംഭവമാണ് വേണ്ടത്. നമ്മൾ കഷ്ടപ്പെട്ട് ഹിമാലയത്തിൽ പോയിട്ട് വലിയ കാര്യമുണ്ട്. 1000 പേര് പോലും കേട്ടില്ലെന്ന് തോന്നുന്നല്ലേ. ശരിക്കും ആണെങ്കിൽ ഞാൻ ഓൾറെഡി തുടങ്ങി. അപ്പൊ പിന്നെ ഇത് പോർക്ക്, ചേട്ടൻ പോർക്ക് വാങ്ങിച്ചോണ്ട് വന്നു. അപ്പൊ ഞാൻ അത് ജസ്റ്റ് കഴുകിയിട്ട്. വേറൊരു കാര്യം ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു. ഞാൻ ഇന്നലെ നിന്നോട് എന്താ പറഞ്ഞേ? പോർക്ക് കഴിച്ചിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നില്ല പറഞ്ഞു. മറന്നുപോയായിരുന്നു? ഇല്ല, മറന്നുപോയില്ല. പിന്നെന്താ ചാടിക്കാൻ കുക്ക് ചെയ്യും? അതെന്ന് വെച്ചാൽ ചേട്ടനെ ഞാൻ പഠിപ്പിച്ച് ഞാൻ അതിന്റെ പുറകെ ഇരുന്ന് എനിക്ക് ആക്ച്വലി എപ്പോഴും കുക്കിങ്ങിന് വേണ്ടത് ഒരു അസിസ്റ്റന്റിനെയാണ്. അതെനിക്കുണ്ട്. കാരണം തേങ്ങ ചുണ്ടി തന്നെ ഉള്ളി പൊളിച്ചാൽ അതൊക്കെ ചേട്ടൻ ചെയ്തു. പിന്നെ ബീഫ് കഴിക്കും. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വീട്ടിലും അവിടെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ പറയുമ്പോ ഞാൻ ഉണ്ടാക്കിയെന്ന് എനിക്ക് പറയായിരുന്നു. വേണമെങ്കിൽ പറഞ്ഞു ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ. നോക്കാം. എന്തായാലും ഇന്ന് ഞാന് ഇനി തൊട്ട് യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇട്ടായിരുന്നല്ലോ തിരിച്ച് റിപ്ലൈ. ഓക്കെ. ഞാന് ഇത് സ്പെഷ്യൽ, ഞാൻ ചേട്ടനോട് വെറുതെ ഇന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോർക്കറി ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചേട്ടൻ ക്യാമറ കൊണ്ട് വന്നെന്ന് എനിക്ക് തോന്നുന്നു. ഡിഫറെന്റ് ചെറിയ തട്ടിക്കൂട്ടാണ്. ശരിക്കും വറുത്തരച്ച പോർക്കറിനൊക്കെയാണ്. ശരിക്കും വറുത്തരച്ച പോർക്കറി ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ഒരു എളുപ്പമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും കാണിച്ചു തരാം. ഇപ്പൊ ഇതില് ഞാൻ ഈ പോർക്ക് ജസ്റ്റ് കഴുകിയിട്ട് ഇതിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്. പിന്നെ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എന്റെ സ്വന്തം കൂട്ടാണ്. അതെ, എന്റെ സ്വന്തം. മീൻസ് നമ്മള് കവർന്ന് പൊട്ടിച്ച് നേരെ. പിന്നെ കുരുമുളക് പൊടിച്ചു. ഇത് പറയാത്ത കാരണം ഞാൻ മിക്സി വെച്ച് ആറ് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പൊ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട്. എന്നിട്ട് ജിഞ്ചർ. ആൾക്കാർ വിചാരിക്കും ഓക്കെ ഞാൻ ഇത് ഇങ്ങനെ ജസ്റ്റ് ചതച്ച് വെച്ചേക്കാണ്. ഞാൻ തൊലിയോടെയാണ് കേട്ടോ വെളുത്തുള്ളി ഇടുന്നത്. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്യും. ഇതിലൊട്ടും വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ഇത്രയാണ് ഇതിൽ ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിനൊന്ന് അല്ല, ഞാൻ കടയിൽ പോകുന്നത് ചേർക്കണോ? കടയിൽ പോയി ഉള്ളി മേടിക്കുന്നു. ഉള്ളിയും തേങ്ങ നല്ല തറവാട്ടിൽ നിർത്താൻ. അപ്പൊ എനിക്ക് എന്തായാലും ഒന്ന് കുളിക്കണം. ഞാനിപ്പോ ഇത് ചേട്ടൻ കൊണ്ടുവന്നിട്ട് കുളിക്കാം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. കുളിച്ചിട്ടില്ല. അപ്പൊ ഇത് ഒരു വേവുന്നത് വിസിലടിക്കട്ടെ. എത്ര വിസിൽ വേണമെന്ന് എനിക്കറിയില്ല. എന്തായാലും വേവുന്ന സമയം കൊണ്ട് ചേട്ടൻ പോയി തേങ്ങയും ഉള്ളിയും വാങ്ങിച്ചിട്ട് വരുന്നു. ഞാൻ പോയി കുളിച്ചിട്ട് വരുന്നു. കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കറിയിലേക്ക് കിടക്കാം. ഓക്കെ. കുളിച്ച് സുന്ദരിയായി ഞാൻ എത്തിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ പോർക്ക് ഓൾറെഡി ഇതാ നല്ല സെറ്റായിട്ട് വെന്തിരിപ്പുണ്ട് ഇവിടെ. നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. ഞാനിപ്പോ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിക്കാൻ പോണി. ഈ കടുക് പൊട്ടിക്കുന്ന ചിലവര് പറയുന്നത് എന്നോട് ചിക്കൻ കറിക്ക് കടുക് പൊട്ടിക്കില്ല. എനിക്കറിയില്ല കേട്ടോ. ഞാൻ എല്ലാത്തിനും കടുക് പൊട്ടിക്കാറുണ്ട്. 2 വറ്റൽമുളകും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ
കുറച്ച് പെരിഞ്ചീരകം. എന്താണ് അതിലേക്ക് സവാളയും പച്ചമുളകും ചുവന്നുള്ളി തന്നെ ഇടാൻ പറ്റുമെങ്കിൽ ഇടുക. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊളിക്കാൻ കുറച്ച് മടിയായതുകൊണ്ട് കുറച്ച് സവാള ഇത് തേങ്ങ. അതെ, അപ്പൊ ഇതൊന്ന് സെറ്റ് ആവട്ടെ. വെളിച്ചെണ്ണ. പിന്നെ ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇത് ചെറിയ ഉള്ളിയാണ്, ഒരു 5-6 ചെറിയ ഉള്ളി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ളൊരു സാധനം ഇതിലില്ല, മിസ്സായിപ്പോയി. ഇവിടെയും ഇല്ല, ചേട്ടടുത്ത് കടയിൽ തൊട്ട് ഞാൻ വാങ്ങിക്കാൻ പറ്റില്ല. കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വറുത്തരച്ചാണല്ലോ. അപ്പോൾ നമ്മളിലേക്ക് തേങ്ങ, ഇതൊരു ഫുള്ള് തേങ്ങ ഉണ്ട് ചേട്ടാ, മൊത്തം തേങ്ങ ഉണ്ട്. ഇത് ഒരു ഹാഫ് തേങ്ങയുടെ പകുതി തേങ്ങയാണ് ഞാൻ ഇടുന്നത്. 1 കിലോ ആണ് ബീഫ് എനിക്കുള്ളത്, പോർക്കുള്ളത്. അപ്പൊ നമ്മള് വറുക്കുന്ന തേങ്ങ ഏകദേശം സെറ്റായി. നേരത്തെ വെച്ച പാനെ കുറച്ച് ചെറുതായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ ചട്ടിയിലോട്ട് മാറ്റിയതാണ്. അപ്പൊ തേങ്ങ കുറച്ചുകൂടെ ആയാലും കുഴപ്പമില്ല, പക്ഷെ ചിലത് കരിയുന്നുണ്ട്, ചിലത് ചെറുതും ചിലത് വലിയ പീസും ആയതുകൊണ്ട്. അപ്പൊ കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, വേറെ മസാലയൊന്നും നമ്മൾ അധികം ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിലാണ് അതിന്റെ പരിപാടികൾ ഇരിക്കുന്നത്. ഒരു വലിയ 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ മെയിൻ സാധനം മല്ലിപ്പൊടി. ഞാൻ എല്ലാത്തിനും 1 സ്പൂണൊക്കെ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഓരോന്നിനും ഓരോന്നിനും. ഇപ്പൊ എൻ്റെ അമ്മ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ തന്നെ പറയും, നീ എന്താണ് എല്ലാത്തിനും 1 സ്പൂൺ യൂസ് ചെയ്തത്, നീ എന്താണ് അടുക്കളയിലെ അവിടെയുള്ള പാത്രങ്ങളൊക്കെ മര്യാദയ്ക്ക് അടുക്കി വെക്കാൻ, കുപ്പിയൊക്കെ എടുത്ത് മാറ്റണ്ടായിരുന്നു എന്നൊക്കെ അമ്മ ഇപ്പൊ ചോദിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഫസ്റ്റ് അമ്മ വിളിക്കും, എനിക്ക് വയ്യ ഗൈസ്, എൻ്റെ അടുക്കള ഇങ്ങനെയാണ്. ഞാൻ അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല കേട്ടോ. എനിക്ക് അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളത്, അതിനെ കുറിച്ച് വേണമെങ്കിൽ ചേട്ടൻ അഭിപ്രായം പറയും. ഒരഭിപ്രായമില്ല, എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഞാനൊരു ഈ ഒരു ടിപ്പിക്കൽ എൻ്റെ അമ്മയെ പോലത്തേക്ക് ഒരു ഹൗസ് വൈഫ് അല്ല. നമ്മൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകുന്ന ഒരു കാര്യമാണ്. ചേട്ടനാണെങ്കിൽ ഞാൻ ഒരിക്കലും വെക്കില്ല. ലിറ്ററലി എന്റെ ലൈഫിൽ ഇപ്പൊ ഈ 32 വയസ്സ് വരെ ആയിട്ടും ഞാൻ ഇതുവരെ എടുത്ത സാധനങ്ങൾ തിരിച്ച് അതേ സ്ഥലത്ത് വെക്കുക, തുണിയൊക്കെ മടക്കി വെക്കുക, പിന്നെന്താണ് എപ്പോഴും വീട് ക്ലീൻ ആക്കി ഇടുക, ഇതൊന്നും എന്റെ ഏരിയ അല്ല. പുറത്തു പോയിട്ട് വന്നിട്ട് ഡ്രസ്സ് മാറുക സമയത്ത് അല്ലേ, ഡ്രസ്സ് മാറാണ്ട് അതിട്ട് കിടന്നുറങ്ങും. അല്ല ഇപ്പൊ വ്യത്യാസം വന്നു, ഇപ്പൊ ഞാൻ ചീത്ത പറയുന്നുള്ളതുകൊണ്ട്. പിന്നെ ചീത്ത പറയുന്നത് മാത്രല്ല, പെക്കീനെ നമ്മള് കുറച്ച് എന്നെ പോലെ ആവരുത് എന്ന് വിചാരിച്ചായിട്ട് പെക്കീനെ ചെറുതിലെ തന്നെ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ഈ നമ്മുടെ മറ്റേ സംഭവം എന്താണ്, നമ്മുടെ ഉള്ളി വഴറ്റിയതൊക്കെ ആയി. അപ്പൊ അതിനൊരു കളറിന് വേണ്ടി ഞാൻ ജസ്റ്റ് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നു. എല്ലാം കൂടെ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നത് ഇതെല്ലാം കാശ്മീരി ആട്ടോ. കാശ്മീരി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ ആഡ് ചെയ്യുന്നത്. നിങ്ങള് യൂസ് ചെയ്യുന്നത് കാശ്മീരി അല്ല, സാധാ മുളക് പൊടിയാണെങ്കിൽ വെറുതെ ഈ മുളക് പൊടി വാരി പൂശരുത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് പെക്കിനെ ചേട്ടൻ കുറച്ച് ഡ്രസ്സൊക്കെ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് വന്ന് മാറണം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മാറിയെങ്കിൽ അവിടെ നിന്ന് ചോദിക്കും, അമ്മ എന്താണ് ഡ്രസ്സ് മാറാത്തത് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ നന്നായല്ലേ നമുക്ക് മക്കളെ നന്നാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്റെ വീട് എപ്പോ കയറി വന്നാലും കുട്ടിയുള്ളത് കൊണ്ടല്ല, മുന്നേയും ഒരു ഓർഗനൈസ്ഡ് അല്ല, അടുക്കി പെറുക്കാൻ എനിക്ക് ഒരു മടിയാണ്. ഇത് പ്രൗഡായിട്ടൊന്നും ഞാൻ പറയുന്നതല്ല. പക്ഷെ നിങ്ങൾ ഇനിയും കാണാൻ പോകുന്ന വീഡിയോസിൽ എപ്പോഴെങ്കിലും ഒക്കെ കാണും, നിങ്ങൾ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞതാ. ഓക്കെ, കഥ പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഞാൻ എന്ത് വിടാൻ മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ പെരിഞ്ജീരകം കൂടെ കുറച്ചിട്ടിട്ട്, പെരിഞ്ജീരകം കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാചകത്തിനിടയിൽ പെരിഞ്ജീരകത്തിന് മറന്നു. ഇത് ഇങ്ങനെ വൈകി കൊണ്ട് വല്ല ടേസ്റ്റ് വ്യത്യാസം വല്ലതും വരൂ? ഓ ചേട്ടന് ഇതിന് മുന്നേ കഴിച്ച് ശീലമൊന്നും ഇല്ലല്ലോ. അല്ല എന്നാലും രുചി ഉണ്ടോ ഇല്ലെന്ന് കഴിച്ച് ശീലിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി, ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. എന്നാലും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇത് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം തേങ്ങ ഈ പറഞ്ഞ പോലെ തേങ്ങ പല
അളവിലായതുകൊണ്ട് നമുക്ക് ശരിക്കും മൊരിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പോർക്കിനെ ഇതിലേക്ക് ഇടാൻ പോവാണ്. നമുക്ക് കുറച്ചും കൂടെ വാട്ടറി ആണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി വറുത്തരച്ച മസാല കൂടെ വരും, അപ്പൊ കുറച്ചുകൂടി തിക്കാവും. അപ്പൊ എന്നാലും ഗ്രേവി പൊറോട്ടയോ ചപ്പാത്തിയൊക്കെ മുക്കി കഴിക്കണം എന്ന ആഗ്രഹമുള്ളവർക്കാണ് കുറച്ചും കൂടെ എനിക്ക് അധികം വെള്ളം വേണ്ട. ചേട്ടന് പൊതുവെ ചെറിയൊരു കുറച്ച് ടൈപ്പ് ഗ്രേവിയാണ് ഇഷ്ടം. എല്ലാ സാധനവും, ചിക്കൻ ആയാലും എന്താ പറയണ്ട, ബീഫ് ആയാലും സവാളയും നല്ല ഉള്ളിയൊക്കെ വേണം. അതെ, വെള്ളം പോലെ ഇന്ന് ഉള്ളി ഇച്ചിരി കുറവാണ്. അത് കുഴപ്പമില്ല, എന്നാലും അത് കുഴപ്പമില്ലെന്ന് ചേട്ടൻ പറയുന്നത്. ഞാൻ കുറവാണെന്ന് പറഞ്ഞ ചേട്ടൻ ഇന്ന് കുളിക്കേണ്ടി വരും. അതുകൊണ്ടല്ല, നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത മസാല തണുക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കാണ്. ഇത് ഇനി അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി. അപ്പൊ ഞാൻ എന്താ നമ്മുടെ വറുത്തരച്ച സാധനങ്ങള് വെള്ളമൊന്നും ചേർക്കാണ്ട് പൊടി പോലെ ആട്ടോ ഞാൻ അരച്ചെടുത്തത്. വെള്ളം ചേർക്കേണ്ട ആൾക്കാർക്ക് വെള്ളം ചേർത്ത് അരയ്ക്കാം. ഞാൻ ഇങ്ങനെയാണ് അരച്ചത്. ഇനി നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ കൊതി പിടിച്ച ഒരാള് വന്നിട്ടുണ്ട്. എന്തുവാടാ അത്? പിങ്കി അല്ല, പോർക്ക്. പറഞ്ഞേ, പോർക്ക്. ഞാൻ ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുവാണ് ഈ പോർക്കിലേക്ക്. തേങ്ങ അരച്ച കറി, തേങ്ങ വറുത്തരച്ച കറി. വറുത്ത് അരച്ച കറി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പോർക്ക് കൂർക്കയിട്ട് വെക്കും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഏട്ടാ? അപ്പൊ കൂർക്കയിട്ട് അതില് വറുത്തരച്ചിട്ടാണ് അവർ വെക്കുന്നത്. അപ്പൊ കൂർക്ക ഉണ്ടായിരുന്നെങ്കിൽ കൂർക്ക നമ്മൾ വേവിച്ചിട്ട് ആ കൂർക്ക ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഈ സമയത്താണെങ്കിലും ഉള്ളി വിളിക്കാൻ പറ്റാണല്ലോ. ആ കൂർക്ക ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ ഫോർ ദ ഓഡിയൻസ് ഞാൻ പറഞ്ഞതാണ്. കൂർക്ക ഉണ്ടെങ്കിൽ, വീട്ടിൽ കൂർക്ക ഉണ്ടെങ്കിൽ ആ കൂർക്ക ഈ ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ ഈ അരപ്പ് ഇടുന്നതിന് തൊട്ട് മുന്നായിട്ടോ കൂർക്ക ആഡ് ചെയ്താൽ കാഴ്ചയിൽ സൂപ്പർ. നമുക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്യാം. നേരത്തെ ഉപ്പ് സ്വല്പം കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോർക്ക് വറുത്തരച്ചത് വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് ചെയ്യാം. മീൻസ് അത്രയും ഭയങ്കര വറുത്തരച്ചെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര കുറേ പണിയുണ്ടെന്നൊക്കെ വിചാരിക്കും. അത്ര പണിയൊന്നുമില്ല, തേങ്ങ ചുരണ്ടാനും നമ്മളുണ്ടായിരുന്നു മാത്രം മതി. എന്നാൽ ഞാനൊരു ഹാഫ് തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുള്ളൂ, അതായത് ഒരു പിടി തേങ്ങ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത്ര നല്ല കട്ടിയായിട്ടാണ് നല്ല കട്ടിയായിട്ടാണ് നമ്മുടെ ഗ്രേവി വന്നേക്കുന്നത്. ഇപ്പൊ ആക്ച്വലി നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യുന്നില്ല. അതായത് ലാസ്റ്റ് നമുക്ക് കുറച്ച് ലാസ്റ്റ് ഒരു ഇത്തിരി കുരുമുളക് കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇനിയും, കാരണം നല്ല എരിവുണ്ട്, അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പൊ ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ. എന്റെ ഞങ്ങൾ വൈകുന്നേരമാണ് ഇവനെ കഴിക്കുന്നുള്ളൂ. ഇപ്പൊ ചേട്ടൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ വൈകുന്നേരം ഇതൊന്നും ഇങ്ങനെ തന്നെ കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ പിടിച്ച് നല്ല അടിപൊളിയാവും. നമുക്ക് വൈകിട്ട് പൊറോട്ട വെച്ചാലോ? ഓക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഇതാ പുറത്ത് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ കുറെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പ്രഗ്നൻസി റിലേറ്റഡ് ഭയങ്കര വലിയ പ്രഗ്നൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല, ലൈക്ക് കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സുഖമാണോ, അത് മാത്രല്ല ഒത്തിരി നമ്മുടെ എത്ര മാസമായി, അങ്ങനെ പിന്നെ ഇപ്പൊ ഇത് എക്സൈറ്റഡ് ആണോ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവർ ചോദിക്കാറുണ്ട്. അപ്പൊ ഐ തോട്ട് ലൈക്ക് അത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം ഒന്നും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ ചേർത്തിട്ട് ഒരു Q&A ചെയ്യാനായിട്ടുള്ളൊരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അടിയിൽ വന്നിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ടേസ്റ്റ് ചെയ്യുന്ന സാധനം ആഡ് ചെയ്യണോ? ടേസ്റ്റ് ചെയ്യുന്നോ? എന്തായാലും സൂപ്പർ എന്ന് പറയൂ. അപ്പൊ അതില്ല, ഞങ്ങൾ കഴിക്കാൻ പോവാം. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് ഇടാം.